വളരെ ഒരു ഔത്സുക്യമാണ്, സന്തോഷമാണ്, ഒരു നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ്. തികച്ചും പുതിയൊരു ഉത്തരവാദിത്തമാണ്, ഇതുവരെ ചെയ്ത് പരിചയിച്ചിട്ടില്ലാത്തൊരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് വലിയൊരു കടമ്പയായിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? കടമ്പയുടെ പ്രശ്നമല്ല, പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഉത്തരവാദിത്തമാണെന്നുള്ളത് കറക്റ്റാണ്. അതൊരു കടമ്പയായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് അങ്ങനെയല്ലേ, നമ്മൾ ഓരോ സന്ദർഭത്തിൽ ഓരോ നിലപാടുകളിൽ ഇരിക്കേണ്ടി വരും. 2004 ഞാൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ വന്നയാളാണ്. 2011 വീണ്ടും റിപ്പീറ്റ് ചെയ്തതാണ്. ഒത്തിരി സംഘർഷവും ഒത്തിരി ചിന്തയും ഒക്കെ ആ സമയത്തൊക്കെ ഉണ്ടായതാണ്. ഇന്നിപ്പോൾ പുതിയൊരു ഉത്തരവാദിത്തം അത് തൃപ്തികരമായി നിറവേറ്റുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് എന്നെ ഈ കാര്യത്തിൽ നിയോഗിച്ചത് എന്ന് ഞാൻ കണക്കാക്കുകയും ചെയ്യുകയാണ്. അങ്ങനൊരു നിയോഗം പാർട്ടി ഏൽപ്പിക്കുമ്പോൾ അതിലൊരു 2 ചിന്തയുണ്ടായിരുന്നു. കാരണം താൻ രാഷ്ട്രീയത്തിൽ സജീവമല്ലാതാകും, അല്ലെങ്കിൽ തുറന്നൊരു രാഷ്ട്രീയം പറയാതാകുമെന്നുള്ളൊരു അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു മനസ്സിൽ, ഏറ്റെടുക്കാൻ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഈ ഉദ്ദേശിച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത് അനുദിന രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അതിനേക്കാൾ എത്രയോ വലുതാണ്. നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഏത് വ്യക്തിക്കും ഒരു അഭിപ്രായം ഇല്ലാത്തത്? അത് സ്പീക്കർക്കുണ്ടാകാം, മുഖ്യമന്ത്രിക്കുണ്ടാകാം, ഈവൻ ഗവർണർ പോലും ചില കാര്യത്തിനകത്ത് അഭിപ്രായം പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മൾ പണയപ്പെടുത്തുക എന്നുള്ള പ്രശ്നമേ ഇല്ല, അതൊക്കെ നിലനിർത്തും. പക്ഷേ അത് പോസിറ്റീവായ ഒരു അന്തരീക്ഷത്തിലേക്ക് വേണം എന്നുള്ളതായിരിക്കും ഈ ചിന്തിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ നിയമസഭയിൽ എന്ന് പറയുമ്പോൾ സ്പീക്കറുടെ റോൾ എന്താ? അത് യഥാർത്ഥത്തിൽ ഒരു സർക്കസ് കൂടാരത്തിൽ ഈ ചാട്ടവാറുമായിട്ട് നിൽക്കുന്ന ഒരു കായിക അഭ്യാസിയുടേതല്ലല്ലോ. സ്പീക്കർ വ്യത്യസ്തനാണ്. എല്ലാവരെയും തുല്യമായി കാണണം, എല്ലാവരെയും ബഹുമാനിക്കണം, അവർക്കുള്ള അവസരങ്ങളൊന്നും നിഷേധിക്കരുത്, ന്യായമായി പറയുന്ന കാര്യങ്ങളൊക്കെ നടത്തണം. അതിന് ശക്തിയോ അതല്ലെന്ന് ഒരിക്കൽ കായികമായ ബലമോ വേണ്ട. അതിനേക്കാൾ അപ്പുറത്ത് നമ്മളുടെ സമീപനമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സ്പീക്കർ ആരെ മാതൃകയാക്കും, എന്ത് മാതൃകയാക്കും? ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ മാതൃകയാക്കുന്നത് നിയമം അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക. അതിന് കഴിഞ്ഞിട്ടുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ നിയമസഭാ സ്പീക്കർമാരായി വന്നിട്ടുണ്ട്. അഥവാ സ്പീക്കർമാരായി വന്നിട്ടില്ലെങ്കിൽ പോലും അവർക്കൊത്തിരി നിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ട്. TDP ആചാര്യ പോലെ ഇന്ത്യൻ പാർലമെൻറ്റിൽ അതിശക്തമായ രൂപത്തിലുള്ള സാന്നിധ്യമായി പുറത്തുനിന്ന് ഉപദേശങ്ങൾ കൊടുത്തിട്ടുള്ള വ്യക്തികളുണ്ട്. എല്ലാം മലയാളികളല്ലേ, അവരുടെ സ്വാഭാവികമായ പരിജ്ഞാനം നമുക്കനുകൂലമായി വരുമല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതാണ്. എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ്, ജനങ്ങളുടെ നന്മയാണ്. എല്ലാവരുടെയും റോൾ ഒന്നല്ല, വ്യത്യസ്തമാണ്. അതുകൊണ്ട് അതിലെ ഒരു വ്യത്യസ്തമായ ഒരു റോളിൽ ഞാൻ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ലക്ഷ്യം വ്യത്യസ്തമല്ല, ലക്ഷ്യം ഒന്ന് തന്നെയാണ്.